എൻ്റെ പേര് ജോൺ ഫ്രാൻസിസ്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക ചുള്ളിക്കൽ ബെത്ലഹേം ചർച്ചാണ്. എൻ്റെ വൈഫിൻ്റെ പേര് മോളി. ഇതെൻ്റെ പേരക്കുട്ടി കെവിൻ. ഈ കെവിൻ എത്രയിലാണ് പഠിക്കുന്നത്? കെവിൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവരുടെ സാക്ഷി അച്ഛനൊന്ന് ഞാൻ വായിക്കാം. കെവിൻ ഇങ്ങോട്ടൊന്ന് കയറി. പ്രിയമുള്ളവരെ, കർത്താവ് ഇവരുടെയൊക്കെ കുടുംബത്തിനും ജീവിതത്തിനും നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷി നൽകാൻ ഇന്ന് പ്രഭാതത്തിലെ രാവിലെ 6:45 കുർബാനയ്ക്ക് എത്തിയായിരുന്നു അല്ലേ? അത് അത്രയും രാവിലെ തൊട്ട് ഇന്ന് മുഴുവൻ ഇവിടെ പ്രാർത്ഥനയിലാണ്. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. കർത്താവ് ദിവികാന്യീശോ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹം. ഒന്നാമത്തെ സാക്ഷ്യം: വളരെ ചെറുപ്പം മുതലേ ഞാനും എൻ്റെ ഭർത്താവും എല്ലാ വ്യാഴാഴ്ചയും തേവര സെൻറ്റ് ജൂഡ് പള്ളിയിൽ നൊവേനയും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം പള്ളി കഴിഞ്ഞ് കാർ പുറത്തേക്ക് ഓടിച്ചിറക്കിയപ്പോൾ മറ്റൊരു വാഹനം എതിരെ പെട്ടെന്ന് വരികയും കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്നിടിച്ച് നിന്നു. ദൈവകൃപയാൽ പോസ്റ്റ് ഒടിഞ്ഞു എങ്കിലും അത് കാറിന് മുകളിലേക്ക് വീഴുകയോ മറ്റാളപായമോ ഇല്ലാതെ ഈ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ദിവികാന്യീശോ കരങ്ങളിൽ കാത്തു സംരക്ഷിച്ചു. ഇങ്ങനെ സംരക്ഷിച്ചതിന്, ഒരാപത്തും കൂടാതെ അനുഗ്രഹിച്ചതിന് ദിവികാന്യീശോയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ അനുഗ്രഹം: ഓസ്ട്രേലിയയിലാണ് ഞങ്ങളുടെ ഇളയ മകനും കുടുംബവും താമസിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം അവർക്ക് വീട് വയ്ക്കാനായി സ്ഥലം വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നു. അതിൻ്റെ ഫൈനൽ ക്ലോസിങ്ങിന് അവിടുത്തെ കൗൺസിലിൻ്റെ സിഗ്നേച്ചർ കിട്ടുവാൻ താമസം നേരിട്ടപ്പോൾ മകൻ ഓൺലൈനായി വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ഞങ്ങൾ ഇവിടെ വന്ന് ദിവികാന്യാരാധനയിൽ പങ്കെടുത്ത് മാധ്യസ്ഥം വഹിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും മാറി സ്ഥലം വാങ്ങുകയും വീട് പണി ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ചുറ്റുമതിൽ പണിയുന്ന അവസരത്തിൽ ഭൂമിക്കടിയിൽ പാറയാണെന്നും അത് നീക്കം ചെയ്യുന്നതിന് കൗൺസിലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പണിയുന്നതിനും 30 ലക്ഷം രൂപ ആകുമെന്നും പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ജെറുസലേമിൽ വന്നു ആരാധനയിൽ പങ്കെടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 13 ലക്ഷം രൂപയ്ക്ക് പണി തീരുകയും ഇന്ന് വീടിൻ്റെ പാല് കാച്ചലും ആണ്. 1000 നന്ദി. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അങ്ങനെ അവർ ആ പുണ്യപ്പെട്ട ദിവസത്തിൽ മകൻ ഓസ്ട്രേലിയയിൽ എങ്ങനെ നല്ല പുതിയ വീട് പണിത് ഇന്ന് വീട് അവിടുത്തെ വികാരിച്ച് വന്ന് വെഞ്ചരിച്ചു. പാലുകാച്ചൽ കർമ്മത്തിൽ അവരിവിടെ നിന്ന് കണ്ടു. അതിനുശേഷം ഇവിടെ വന്ന് കർത്താവിന് നന്ദി പറയാൻ വന്നിരിക്കുകയാണ്. വീഡിയോ വിളിച്ച് എന്നെയും ആ വീടൊക്കെ മകനെയും വീടും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. അതിമനോഹരമായ ഒരു വീട് ദിവികാന്യീശോയുടെ മകന് നൽകി. മൂന്നാമത്തെ അനുഗ്രഹം: കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് മീൻമുള്ള് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഒരാഴ്ചയോളം വേദന സഹിച്ചു. അഭിഷേക തൈലം വെള്ളത്തിൽ ചാലിച്ച് ഞാൻ കുടിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി ആ മുള്ള് തനിയെ ഇറങ്ങിപ്പോയി പൂർണ്ണമായും സൗഖ്യം കിട്ടി. 4. എൻ്റെ കഴുത്തിൻ്റെ ഞരമ്പിന് എന്തോ ചെറിയ തകരാർ സംഭവിക്കുകയും ഇടയ്ക്ക് കഴുത്ത് തനിയെ അനങ്ങുകയും ബുദ്ധിമുട്ടാവുകയും ചെയ്തു. അപ്പോഴും ഞാൻ അഭിഷേക തൈലം തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദിവികാന്യീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജെറുസലേം പ്രാർത്ഥന ടീം അംഗങ്ങൾക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു.